back to our channel. ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ നമ്മുടെ മേക്കപ്പ് റിമൂവിങ് ആൻഡ് സ്കിൻ കെയർ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ 2 കോസ്റ്റ്യൂംസിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ തുടങ്ങിയതാണ്, കഴിഞ്ഞു. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും, എല്ലാം അലങ്കോലമായിട്ടൊക്കെ കിടക്കായിരിക്കും. കാരണം ജ്വല്ലറീസ് എടുത്തു, അങ്ങോട്ട് വെച്ചു, ഡ്രസ്സ് ബെഡിൽ അങ്ങനെ ഇങ്ങനെ കിടക്കുക, അതൊക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യം അതൊക്കെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫേസ് മേക്കപ്പ് എല്ലാം കളഞ്ഞിട്ട് ബാക്ക് ടു നോർമൽ ആവണമല്ലോ, കുട്ടിയിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്ക് ടു നോർമൽ, പിന്നെ സ്കിൻ കെയർ എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അംഗം തുടങ്ങാം. ആദ്യം നമുക്ക് ഈ ഡ്രസ്സൊന്ന്, ഈ ജങ്ക ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം, കാരണം ചൂടെടുക്കുന്നു. അപ്പോൾ നമുക്ക് നോർമൽ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറി ശരിക്കുള്ളൊരു കോലത്തിലെത്തി. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നോക്കി എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീലാണ്. അപ്പോൾ കമ്മൽ മാറ്റിയില്ല, അതൊന്ന് മാറ്റിയേക്കാം. അത് മാറ്റി കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാം. പണ്ടൊക്കെ ഞാൻ ഭയങ്കര കെയർലെസ് ആയിരുന്നു കേട്ടോ. ജസ്റ്റ് ഒരു ഫേസ് വാഷ് ഇട്ട് അങ്ങ് കഴുകുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ശരിക്കും മേക്കപ്പ് നമ്മുടെ പോവോ ഇല്ല, ക്ലെൻസ് ആവുകയോ ഇല്ല. എന്നാൽ അത് നമ്മുടെ സ്കിന്നിന് പൊട്ടയാണ്. അപ്പോഴാണ് ഈ പിമ്പിൾസ് ഒക്കെ കൂടുന്നത്. പക്ഷെ അതിന് ശേഷമാണ് ഞാൻ ഈ എണ്ണയൊക്കെ യൂസ് ചെയ്ത് ശരിക്കും മേക്കപ്പ് കളയാൻ തുടങ്ങിയത്. അല്ലാതെ ഡബിൾ ക്ലെൻസ് ഒക്കെ ചെയ്താലായിരിക്കും മേക്കപ്പ് ഒക്കെ നന്നായിട്ട് ഫൗണ്ടേഷൻസ് ഒക്കെ ഇട്ടിട്ടുള്ളത് പോവുക. ഞാൻ ഒരുപാട് ചെയ്തിട്ടില്ല, മറ്റേ ഈ ഹൈലൈറ്റർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും മേക്കപ്പിൽ ആഡ് ചെയ്യാറില്ല, അത് മടി കാരണം. അപ്പോൾ ഉള്ള മേക്കപ്പ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ റിമൂവ് ചെയ്യാം. ഞാൻ തന്നെ ഒരുങ്ങിയിട്ടുള്ള ഷൂട്ട് ആയതുകൊണ്ട് ഹെയർ സ്റ്റൈലൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമുക്കിപ്പം തലയിൽ ഒരു കൊട്ട സ്പ്രേയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഹെയർ വാഷ് അപ്പം തന്നെ ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഷാമ്പൂ ചെയ്ത് കളയാറുണ്ട്. കാരണം സ്പ്രേ ഇരുന്ന് ഇങ്ങനെ കട്ടിയാകും. ഇതിപ്പോൾ ഞാൻ തന്നെ ചെയ്തുകൊണ്ട് ഹെയർ സ്റ്റൈൽ എനിക്ക് അറിയില്ലാത്തതുകൊണ്ടും ലൂസ് ഹെയർ ആയിരുന്നു. അതുകൊണ്ട് ഹെയറിൻ്റെ കാര്യത്തിൽ ടെൻഷനില്ല, മേക്കപ്പ് മാത്രം കളഞ്ഞാൽ മതി. ആദ്യം ഞാൻ എണ്ണയിട്ട് അങ്ങോട്ട് കളയും. എണ്ണയിട്ട് ശരിക്കും ഒന്ന് ക്ലെൻസ് ചെയ്താൽ കുറേയൊക്കെ മേക്കപ്പ് നന്നായിട്ട് പോകും. കാരണം ഈ മസ്കാരയൊക്കെ നമ്മൾ ഇടുന്നത് പോകണമെങ്കിൽ ബെറ്റർ നമ്മൾ ഈ എണ്ണ തന്നെ യൂസ് ചെയ്തിട്ട് കളയുന്നതാണ്. അല്ല, പുതിയൊരു കുരു വന്നിട്ടുണ്ടായിരുന്നു, അത് ഓർക്കാതെ അങ്ങ് തേച്ച് വിട്ടു. മുഖത്തെ കളഞ്ഞിട്ട് കണ്ണിലേക്ക് കിടക്കാം. കാരണം കണ്ണിലെ കളഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ പേടിക്കാൻ ചാൻസ് ഉണ്ട്, മറ്റേ ഭൂതം പോലെ ഇരിക്കുമല്ലോ. പുതിയൊരു കുരുവായിരുന്നു. ഇത്രയേ ഉള്ളൂ, മുഖത്തെ അങ്ങോട്ട് പോയി കിട്ടി. ഫൗണ്ടേഷൻ ഈ വെറ്റ് വൈപ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ ഷൂട്ടിനൊക്കെ ഉള്ളപ്പോൾ അവിടെ കൂടുതലും വെറ്റ് വൈപ്സ് ആണ് യൂസ് ചെയ്യുക. അങ്ങനെ മേക്കപ്പിൻ്റെ കുറേ സാധനങ്ങൾ എടുത്തു. ഇനി നമുക്ക് കണ്ണിലേക്ക് കിടക്കാം. കണ്ണാണ് ഒരു വലിയ ടാസ്ക്. കാരണം ഇപ്പോൾ ഭൂതം പോലെ ആകുന്നത് കൊണ്ടും എണ്ണ ഞാൻ കൂടുതലും ഇങ്ങനെ അമ്പിളി ചേച്ചി ചെയ്ത് കണ്ടിട്ടാണ് കേട്ടോ. അമ്പിളി ചേച്ചിയൊക്കെ എപ്പോഴും എണ്ണ വെച്ചിട്ട് മേക്കപ്പ് കളയുള്ളൂ. ഞാൻ മറ്റേ അല്ലാതെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് എന്നാലും മസ്കാരയുടേത് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് മസ്കാരയുടേത് കംപ്ലീറ്റ് ആയിട്ട് പോവില്ല. അപ്പം ഞാൻ എണ്ണ തന്നെ ആക്കി. എനിക്ക് മസ്കാര മസ്റ്റാണ് താനും. ഇങ്ങനെ ഒരു കരിമ്പൂതം പോലെ ആകും. അപ്പോൾ 2 കണ്ണും ചെയ്യുമ്പോൾ മറ്റേ അനന്തഭദ്രത്തിലെ ആ ഒരു ക്യാരക്ടറിനെ പോലെ ആകും. ഒന്നമ്മ ദിഗംബരനോ അങ്ങനെ നമ്മളാകും. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യരുത്. കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയില്ലെങ്കിൽ, കണ്ണൊക്കെ ബ്ലറായി, കംപ്ലീറ്റ് ആയിട്ട് പോയില്ലെങ്കിൽ നമുക്ക് ചീത്തയാണ്, ഉള്ളതും കൂടി പോകും. അപ്പോൾ നമ്മളിതൊന്നും തുടച്ചെടുത്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കുമായതുകൊണ്ട് നമ്മളിതിങ്ങനെ ഇതിന് സേഫ്റ്റി പിന്നെ നമ്മൾ ഉണങ്ങാൻ തൂക്കിയിടുന്നതിൻ്റെ അല്ലേ. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നല്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മതി. നമ്മൾ ഈ ടിഷ്യൂസൊക്കെ ഒരുപാട് യൂസ് ചെയ്ത് കളയുന്നതിനേക്കാളും നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ കണ്ണിൻ്റെ മുഴുവനും എടുത്ത് കളഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനിയിപ്പോൾ വരാനൊന്നുമില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ എൻ്റെ കൃഷ്ണമണിയൊക്കെ ഞാൻ ഈ തളർന്ന് വെച്ച് ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം കണ്ണിൻ്റെയും കളഞ്ഞു. ഇതാണ് പെട്ടെന്ന് എണ്ണ ഇട്ടാൽ പെട്ടെന്ന് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പറ്റും. കണ്ട, എല്ലാം പോകുന്നു. മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി നമുക്ക് ശരിക്കും ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. ഇതാണ് ഡബിൾ ക്ലെൻസ് എന്ന് എല്ലാവരും പറയുന്നത്. ഒന്ന് നമ്മൾ മര്യാദയ്ക്ക് എണ്ണയിട്ട് കളഞ്ഞിട്ട് നമുക്കിനി മേക്കപ്പ് റിമൂവർ ഒന്ന് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും, എനിക്ക് ഓപ്പൺ പോഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ
പോഴ്സിലുള്ളതുണ്ടെങ്കിൽ ഇപ്പം ഈ ഡബിൾ ക്ലെൻസ് ചെയ്യുമ്പോൾ ഇങ്ങ് പോകുന്നുള്ളൂ. കോട്ടൺ ബോളിലേക്ക് ഞാൻ ചുമ്മാ കുറച്ച് ഈ മേക്കപ്പ് റിമൂവർ എടുത്തു. ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങ് പോകുന്നോളും. അപ്പോൾ നമുക്ക് ഡബിൾ ക്ലെൻസ് ആയി. പ്രത്യേകിച്ച് പുതിയ പിമ്പിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് ക്ലീൻ ചെയ്യാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും വരും. അങ്ങനെ മേക്കപ്പ് കഴുകിക്കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഫേസ് വാഷ് ഇട്ട് ഫേസ് കൂടെ വാഷ് ചെയ്താൽ ഓക്കെ, കഴിഞ്ഞു കേട്ടോ. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഫേസ് വാഷ് ചെയ്തു. ഞാൻ ഇങ്ങനത്തെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്, ഈ മാമാർത്തിൻ്റെ തന്നെ. ഇത് പ്രോഡക്റ്റ് കൊളാബൊന്നും അല്ല. ഇതിൽ ഈ ബ്രഷ് പോലത്തെ സംഭവമുണ്ട്, നമുക്കിങ്ങനെ ഉരച്ചിങ്ങോട്ട് കഴുകാം. നല്ല ഫോമിങ് ഫേസ് വാഷാണ്. ഇതുമല്ല ആക്നെ സ്കിന്നുകാർക്ക് പറ്റിയൊരു സംഭവമാണിത്. അങ്ങനെ നമ്മൾ മുഖം കഴുകി വന്നിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സ്കിൻ കെയർ ആവും. വീട്ടിൽ നിൽക്കുകയാണ്, സ്കിൻ കെയർ ചെയ്യേണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ വേണമെങ്കിൽ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ആവാം. സൺസ്ക്രീൻ ഒഴിച്ച് ബാക്കി എല്ലാം വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനങ്ങനെ എപ്പോഴും ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ എനിക്ക് ചെയ്യാൻ തോന്നുമ്പോൾ ഒരു പ്രഹസനം. അപ്പോൾ ആദ്യം നമുക്കൊരു ടോണറൊക്കെ അടിച്ച് തുടങ്ങാം. ഇതൊരു ശരിക്കും സുഖമുള്ള പരിപാടിയാണ്. നമ്മൾ ഇപ്പോൾ ഷൂട്ടിനൊക്കെ പോകുമ്പോഴാണല്ലോ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് മുഖം കഴുകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പ്ലിങ്ങി ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്നൊരു പരിപാടിയാണ്. വെള്ളം ഇങ്ങനെ നിറച്ച് വയ്ക്കുക. ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യണം. ഭയങ്കര സുഖമാണ്. അപ്പോൾ മേക്കപ്പിന് മുകളിൽ കൂടി നമുക്കൊരു തണുത്ത കാറ്റൊക്കെ കിട്ടും. എന്നിട്ട് ഫാനിൻ്റെ മുകളിൽ ഇങ്ങനെ ഫാനൊക്കെ വെച്ച് കൊടുത്താൽ നല്ലൊരു തണുപ്പ് കിട്ടും നമുക്ക്. അതൊന്ന് അബ്സോർബ് ആയതിനു ശേഷം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ഇനി അതിനുശേഷം നമുക്കൊരു ഐ ക്രീം ഓർ മോയ്സ്ചറൈസർ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ഫേസിനെ സെറ്റാക്കി അങ്ങോട്ട് വെച്ചാൽ പരിപാടി തീരും. ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതല്ല, പുതിയതാണ്. അതുകൊണ്ട് എനിക്കറിയില്ല, റിവ്യൂ വീഡിയോ ഇടാനൊന്നും അറിയില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സംഭവം ഇപ്പോൾ തീർന്നു. അപ്പോൾ പുതിയത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് വെച്ച് പരീക്ഷിച്ചും കൂടി നോക്കാം. ഇങ്ങനെയൊരു ചെറിയ സംഭവം നമുക്ക് കിട്ടി. ഐ ക്രീമാണ്. അപ്പോൾ നമുക്കൊന്ന് ഞാനിപ്പോൾ ഈയിടെയായിട്ട് ഫേസ് യോഗ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഡബിൾ ചിന്നൊക്കെ ഒന്ന് കുറച്ച് ജോലയിനൊന്നും എനിക്ക് കണ്ടിട്ടില്ല, പണ്ടോങ്ങാണ്ട് കണ്ടിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹം. അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹം ഉള്ളത് കൊണ്ട് അതൊക്കെ യൂസ് ചെയ്യാനല്ല, ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മോയ്സ്ചറൈസർ ഇട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ് ഒരു സുഖം നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഐ ക്രീം ഒന്ന് സെറ്റായി വന്നിട്ട് നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് നമ്മുടെ സ്കിൻ കെയറും അവസാനിപ്പിക്കാം. ഓവർ സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ ഇടുന്നത് എപ്പോഴും നമുക്ക് സ്കിന്നിന് നല്ലതായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, സ്കിന്ന് ഡ്രൈ ആകുമോ എന്താണെങ്കിലും ഒരു പ്രൊട്ടക്ഷനാണ് നമുക്കത്. അതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഇടാം. ഈ മോയ്സ്ചറൈസർ അല്ല ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, തീർന്നത് കൊണ്ടും പുതിയത് ഗിഫ്റ്റ് കിട്ടിയത് കൊണ്ടും നമുക്കത് ഉദ്ഘാടിക്കാതിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടും ഇത് ഞാൻ ആഗ്രഹിച്ചൊരു ബ്രാൻഡിൻ്റെ ആയതുകൊണ്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയൊരു മോയ്സ്ചറൈസർ കൂടി ഇട്ട് നോക്കാം കേട്ടോ. നല്ലൊരു ലിക്വിഡായിട്ടിരിക്കും. സ്പൂൺ ഉള്ളത് കൊണ്ട് നമുക്ക് സ്പൂണിലെടുത്ത് തന്നെ തേക്കാം. ഓക്കെ, മതി. ഓവറാക്കണ്ട, എല്ലാം ഓവറായാൽ ഞാൻ കുളമാക്കും. അപ്പോൾ നമുക്ക് കൊള്ളാലോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള മോയ്സ്ചറൈസർ. ഞാനിത് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളതുകൊണ്ട് എനിക്കറിയില്ല. അയ്യോ, നല്ല സുഖമുണ്ട് കേട്ടോ ഫേസിലിട്ടിട്ട്, നൈസ്. അപ്പോൾ ഇതിങ്ങനെ ഫേസിലേക്കൊന്ന് പിടിപ്പിക്കുക. കാരണം നമ്മൾ മേക്കപ്പ് വല്ല ഇപ്പോൾ ഒന്ന് കഴിഞ്ഞതാണല്ലോ. മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ഇങ്ങനത്തെ സ്കിൻ കെയർസ് ചെയ്യണം. ഇങ്ങനെ മേക്കപ്പ് കഴിഞ്ഞിട്ടും സ്കിന്നിന് ഞാൻ മോയ്സ്ചറൈസർ മാത്രമേ എടുത്തുള്ളൂ. സൺസ്ക്രീന് ഞാൻ മറ്റേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഒരു ഗ്ലോ പോലത്തെ സാധനമൊക്കെ. ഓക്കെ, കൊള്ളാം. ഞാൻ ആഗ്രഹിച്ചത് പോലത്തെ ഇപ്പം ഇങ്ങനെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ഞാൻ ഇപ്പോൾ ഫേസ് യോഗയൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെയൊക്കെ സ്കിന്നൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ ഇപ്പം മറ്റേ ഇതുണ്ട് കേട്ടോ,
അങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മസാജ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പക്ഷേ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പം മോയ്സ്ചറൈസർ ഇടുമ്പോൾ നമുക്കത് ചെയ്യാനൊരു എളുപ്പമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ചെയ്ത് വിടും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. എനിക്ക് ഈ മോയ്സ്ചറൈസർ ഇഷ്ടപ്പെട്ടു. ഒരു ഗ്ലോ ഉണ്ട്, നമ്മൾ ഫേസിലിട്ടിട്ട് അതങ്ങോട്ട് സെറ്റായൊരു ഫീലുണ്ട്. ഗുഡ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മളൊരു ഷൂട്ട് കഴിഞ്ഞു, മേക്കപ്പ് റിമൂവ് ചെയ്തു, സ്കിൻ കെയറും കഴിഞ്ഞു, അങ്ങനെ നമ്മൾ ബാക്ക് ടു നോർമലിലേക്കായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.